ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, SBI എന്ന് പറയുന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസയും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടൊരു 5000 രൂപ കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എൻ്റെ ബിസിനസ്സിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിലായിരിക്കും. അതേപോലെ തന്നെ ബാങ്കിലും എന്തുണ്ടായിരിക്കും, അവരും ഇതേപോലെ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം അവർ നമുക്ക് എത്ര പൈസ തരാനുണ്ട് എന്നുള്ള കണക്കൊക്കെ അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ 5000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, 5000 രൂപയുണ്ട്. ബാങ്കുകാരുടെ കണക്ക് പ്രകാരം എനിക്ക് എത്ര രൂപ ബാങ്ക് തരാനുണ്ട്, 5000 രൂപ തരാനുണ്ട്. ഇത് ബാങ്കിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്. കാരണം ഈ പൈസ അവരെനിക്ക് തരാനുള്ള പൈസയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ഒരു 3000 രൂപ കൂടി ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ 3000 ഇട്ടു എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതായത് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 8000 രൂപയായി എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. ബാങ്കുകാരും എത്രയായി, അതായത് ബാങ്കിലും ഇപ്പോൾ എത്ര രൂപ തന്നെയാണ്, 8000 രൂപ തന്നെയാണ് കാണിക്കുന്നത് അവരുടെ പാസ്ബുക്കിൽ. ഞാൻ പിന്നീട് ഒരു 1000 രൂപ വിഡ്രോ ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ നിന്നും. അപ്പോൾ 8000 രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയായി, 7000 രൂപയായി എന്ന് ഞാൻ അവിടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ അസറ്റ് ഇപ്പോൾ എത്രയാണ്, 7000 ആണ്. ബാങ്കിലും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചു 1000 രൂപ ഞാൻ കൊണ്ടുപോയി. ഇനി എനിക്ക് 8000 രൂപ ബാങ്ക് തരേണ്ട ആവശ്യമില്ല. എത്ര രൂപ തന്നാൽ മതി, 7000 തന്നാൽ മതി. പിന്നീട് സംഭവിച്ചതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഞാൻ എൻ്റെ ഒരു എംപ്ലോയിക്ക് സാലറി 2000 രൂപ കൊടുത്തു. പക്ഷേ ക്യാഷായിട്ടല്ല കൊടുത്തത്, പകരം ചെക്കാണ് കൊടുത്തത്, 2000 രൂപയുടെ ചെക്ക്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും 2000 രൂപ അവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിലവിൽ 7000 രൂപയാണ് ഉണ്ടായിരുന്നത്. 2000 കുറയുമ്പോൾ ഇപ്പോൾ എത്ര ആവേണ്ടതാണ്, 5000 ആവേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 5000 എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതായത് എൻ്റെ ബാങ്കിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ, 5000 രൂപയേ ഉള്ളൂ. പക്ഷേ ബാങ്കിൽ നമ്മൾ അന്വേഷിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാവും അവിടെ എത്ര തന്നെയാണ് കാണിക്കുന്നത്, 7000 തന്നെയായിരിക്കും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ വ്യത്യാസം വരാത്തത്? നമ്മൾ സാലറി കൊടുത്ത എംപ്ലോയി ബാങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ ചെന്നിട്ടില്ല. ഇയാൾ എപ്പോഴാണോ ബാങ്കിൽ ചെന്ന് പൈസ മാറുന്നത് ആ സമയം മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് കുറയും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ചാർജ്, ബാങ്ക് എന്തോ ഒരു ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപ പിടിച്ചു. അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 5000 രൂപ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ബാങ്ക് അവർ മൈനസ് ചെയ്തു, 6000 ആക്കി. അപ്പോൾ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ നമ്മൾ സാലറി കൊടുത്ത ആൾ 2000 എപ്പോഴാണോ ബാങ്കിൽ ചെന്ന് പിൻവലിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ 1000 രൂപ ബാങ്ക് ചാർജ് എപ്പോഴാണോ നമ്മൾ അറിയുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് വരാറുണ്ട്, ബാങ്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബുക്കും തമ്മിൽ ഡിഫറൻസ് വരാറുണ്ട്. ഈ ഒരു ഡിഫറൻസ് കണ്ടെത്തുന്നതിനും അത് ക്ലിയർ ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്.